വാർത്തകൾ തുടരും. പെരിഞ്ഞനം പഞ്ചായത്തിൽ കുളമ്പ് രോഗം ബാധിച്ച ക്ഷീര കർഷകർക്ക് തീറ്റച്ചാക്ക് വിതരണം ചെയ്തു. 36 ക്ഷീര കർഷകർക്കാണ് ഓരോ ചാക്ക് തീറ്റ വീതം വിതരണം ചെയ്തത്. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് തീറ്റ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വാർഡംഗം രഘു അധ്യക്ഷനായി. പാൽ സംഘം പ്രസിഡന്റ് കുമാർ മാളിയക്കൽ, വെറ്റിനറി സർജൻ ഡോക്ടർ സിൻസൺ, ലൈവ് സ്റ്റോർ ഇൻസ്പെക്ടർ ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഫെബ്രുവരി 3 മുതൽ കന്നുകാലികൾക്ക് പ്രതിരോധ കുത്തിവെപ്പ് ആരംഭിക്കുമെന്ന് വെറ്റിനറി സർജൻ പറഞ്ഞു. നമ്മുടെ പഞ്ചായത്തിൽ ഈ അസുഖം കുറച്ച് പകരാൻ കാരണമായത് അത് പെട്ടെന്നുള്ള ഇടപെടൽ കൊണ്ട് തന്നെ നമ്മളെ നിയന്ത്രണത്തിൽ ആക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കൈപ്പമംഗലം പഞ്ചായത്തിൽ വീണ്ടും കുളമ്പ് രോഗം പടർന്നു പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ കൈപ്പമംഗലത്തിനോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്ത് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഈ പഞ്ചായത്തിൽ വാക്സിനേഷൻ രണ്ടാമത് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ തൊട്ടടുത്ത തിങ്കളാഴ്ച തന്നെ, ഏറ്റവും തൊട്ടടുത്ത ദിവസം എന്ന് വെച്ചാൽ തിങ്കളാഴ്ച സമരം നടത്തിയ ഡോക്ടർമാർ അന്തിക്കാട് വെറ്റിനറി ആശുപത്രി പൂട്ടി. സമരത്തിന്റെ പേരിൽ അന്തിക്കാട് മൃഗാസ്പത്രി അടച്ചിട്ട് ഡോക്ടർമാർ പോയതുമൂലം വളർത്തുമൃഗങ്ങളുമായി എത്തിയ നാട്ടുകാർ വലഞ്ഞു. സമരത്തെ തുടർന്ന് ആശുപത്രി പൂട്ടി താക്കോലുമായി ഡോക്ടർമാർ പോയതുമൂലം ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ, അറ്റൻഡർമാർ തുടങ്ങിയവർ നാട്ടുകാരോടൊപ്പം മണിക്കൂറുകളോളം പുറത്താണ് നിന്നത്. ഇതേ തുടർന്ന് ക്ഷീര കർഷക സമിതി കൺവീനർ വിപിൻ ചന്ദ്രൻ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധവുമായി എത്തുകയും സമരത്തിന് ഇറങ്ങുകയും ചെയ്തതോടെയാണ് ഡോക്ടർമാർ താക്കോൽ കൊടുത്തയച്ചതും ആശുപത്രി തുറക്കാനായതും. ക്ഷീര കർഷകർ ഉൾപ്പെടെയുള്ളവർക്ക് ഏറ്റവും അത്യാവശ്യമായ ഘട്ടത്തിൽ സമരത്തിന്റെ പേരിൽ ആശുപത്രി തന്നെ പൂട്ടിപ്പോയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണമെന്ന് വിപിനചന്ദ്രൻ ആവശ്യപ്പെട്ടു. താന്യം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ വീട് ആക്രമിക്കപ്പെട്ടു. CPM താന്യം തെക്ക് ലോക്കൽ കമ്മിറ്റി അംഗവും താന്യം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ബഷീർ കക്കട്ടുതറയുടെ വീടിനും കാറിനും നേരെയാണ് ആക്രമണം നടന്നത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് സംഭവം. അപ്പൊ തന്നെ ഞങ്ങൾ പോലീസിൽ അറിയിച്ചു. പോലീസ് മുതലായ കല്ലുകളും സാധനങ്ങളൊക്കെ കൊണ്ടുപോയി. അപ്പോൾ അത് എന്താണ് ഇതിന്റെ പിന്നിലുള്ള, ആരാണ് ഇതിന്റെ പിന്നിലുള്ളതെന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഗ്രാമസഭകളിലൊക്കെ സമൂഹത്തിൽ നടക്കുന്ന ഈ മദ്യം മയക്ക് മാഫിയ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ജാഗരൂകമായിരിക്കണമെന്ന് ഞങ്ങൾ ജനങ്ങളോട് അപേക്ഷിക്കാറുണ്ട്. എന്തോ ഇത് രാഷ്ട്രീയപരമായിട്ട് എനിക്ക് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് എനിക്ക് അതിലുള്ള വൈരാഗ്യങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നുമില്ല. ഞങ്ങളെല്ലാം പഞ്ചായത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒത്തുമയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ്. പക്ഷെ ഇരുട്ടിന്റെ മറവിൽ ഇങ്ങനെ നടക്കുന്ന ഈ ജനങ്ങളുടെ സ്വൈരജീവിതം നശിപ്പിക്കുന്ന ജനങ്ങൾ ഈ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ ചില്ലുകൾ അടിച്ചുടയ്ക്കുകയും വീടിന്റെ ഓടുകൾ തകർക്കുകയും ചെയ്തു. രാവിലെ വീട്ടുകാർ ഉണർന്നെഴുന്നേറ്റ് നോക്കുമ്പോഴാണ് സംഭവം അറിയുന്നത്. രാത്രി അജ്ഞാത സംഘം വീടിന് നേരെ കല്ലെറിയുകയായിരുന്നു. അന്തിക്കാട് പോലീസ് കേസെടുത്തു. CPM നേതാക്കളായ KK ശ്രീനിവാസൻ, PR വർഗീസ് മാസ്റ്റർ തുടങ്ങിയ നേതാക്കൾ വീട് സന്ദർശിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് താന്യത്ത് പ്രകടനവും നടന്നു.